Hello everyone, welcome to Computer Science Hub. Today's topic RAID, Redundant Array of Independent Disks, levels from 0 to 6. And this video is designed as per the syllabus of Computer Engineering Diploma. Course code is 3131, subject is Computer Architecture. And we are at the second module, External Memory and Input-Output. So far നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി ഡിവൈസസ്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്, മാഗ്നറ്റിക് ഡിസ്ക്, അതിൻ്റെ വർക്കിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇനിയുള്ളതാണ് ഒരു സെക്കൻഡറി സ്റ്റോറേജ് മെക്കാനിസമാണ് RAID, റിഡണ്ടൻറ്റ് അറേ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക്. ഇപ്പോൾ RAID ലെവൽസ് 0 to 6 ലെവൽസ് ഉണ്ട്. ആൻഡ് കറൻ്റ്ലി ലെവൽ 10 കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് RAID, അതിൻ്റെ പേർപ്പസ് എന്താണ്, യൂസേഴ്സ് ആൻഡ് ഈ RAIDൻ്റെ ലെവൽസ് 0 to 6 ലെവൽസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇത്രയായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഇസ് RAID എന്നുള്ളത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, RAIDലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് നമുക്ക് അറിയാവുന്നത് ഹാർഡ് ഡിസ്ക് ഒക്കെ നമുക്കറിയാമല്ലേ. അപ്പോൾ ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസൊക്കെ അതിനകത്ത് വലിയ വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ആകുമ്പോൾ കുറേ എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. ആൻഡ് അങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടി വരുമ്പോൾ അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു സിംഗിൾ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അതൊരു ഡിഫിക്കൽട്ടുമാണ്. സോ അതിന് പകരമാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. ആൻഡ് RAIDൻ്റെ ഫുൾ ഫോം ഇങ്ങനെയായിരുന്നു, റിഡണ്ടൻറ്റ് അറേ ഓഫ് ഇൻഎക്സ്പെൻസീവ് ഡിസ്ക് എന്നായിരുന്നു. ഇൻഎക്സ്പെൻസീവ് ആണ് ഐൻ്റെ സ്ഥലത്ത്, ഇൻഎക്സ്പെൻസീവ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കപ്പാസിറ്റി ഉള്ള വലിയൊരു സെക്കൻഡറി സ്റ്റോറേജ് വെക്കുന്നതിന് പകരം നമ്മൾ നോർമൽ സാധാരണ കിട്ടുന്ന ലോ കോസ്റ്റ് ആയിട്ടുള്ള ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള നോർമൽ ഡിസ്ക് യൂസ് ചെയ്യാണ്. അപ്പോൾ ഒരു ഡിവൈസിന് പകരം കുറച്ചധികം ഡിവൈസസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഈ ഡിവൈസ് എല്ലാം ഒരു സിംഗിൾ യൂണിറ്റ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് RAID എന്നുള്ള പേര് വന്നിട്ടുണ്ടായിരുന്നത്, റിഡണ്ടൻറ്റ് അറേ ഓഫ് ഇൻഎക്സ്പെൻസീവ് ഡിസ്ക്. പിന്നെ അത് മാറി നമ്മുടെ ഹാർഡ് ഡിസ്ക് ആയി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് ആയപ്പോൾ ഇൻഎക്സ്പെൻസീവ് എന്നുള്ളത് ലോ കോസ്റ്റ് അല്ല, അത്രയും ചീപ്പല്ല, എങ്കിലും നമുക്ക് ഇൻഎക്സ്പെൻസീവിനേക്കാളും കൂടുതൽ മാച്ച് ആവുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക് എന്നായി. അപ്പോൾ ഓരോ ഡിസ്കും ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ ആസ് എ ഹോൾ അവരൊരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു സിംഗിൾ ഹാർഡ് ഡിസ്ക്, ഒരു സിംഗിൾ സെക്കൻഡറി സ്റ്റോറേജ്, ഹ്യൂജ് കപ്പാസിറ്റി ഉള്ള ഒരു സിംഗിൾ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ നോർമൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഡിസ്ക് ഒരുമിച്ച് യൂസ് ചെയ്യാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഗുണം കൂടി എന്ന് പറയുന്നത്, അതായത് ഡാറ്റ റിഡൻഡൻസി എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരൊറ്റ സ്റ്റോറേജിലാണ് എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ആ സ്റ്റോറേജ് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ, ക്രാഷ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ എല്ലാം പോകുമല്ലോ. സോ അതിന് പകരം നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡാറ്റാസൊക്കെ വേറെയും കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രാഷ് വന്നു കഴിഞ്ഞാലും ഡാറ്റാസ് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റാണ് RAIDൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ ഡെഫിനിഷൻ. RAID or redundant arrays of independent disks is a technique which makes use of a combination of multiple disks instead of using a single disk for increased performance, data redundancy or both. അപ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു, നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്. മൾട്ടിപ്പിൾ ഡിസ്ക്, instead of a single disk we are using multiple disks, and it is used for increased performance, data redundancy. ഇത് രണ്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡിസ്കിന് പകരം മൾട്ടിപ്പിൾ ഡിസ്ക് ആകുമ്പോൾ പെർഫോമൻസ് കൂടും, അതുപോലെ തന്നെ ഡാറ്റ റിഡൻഡൻസി അച്ചീവ് ചെയ്യാനും പറ്റും. This term was coined by David Patterson, Garth A. Gibson and Randy Katz at the University of California, Berkeley in 1987 കൊണ്ടുവന്ന കൺസെപ്റ്റാണ് കേട്ടോ. And this RAID scheme consists of 7 levels, 0 through 6. And ഇപ്പോൾ നമുക്കൊരു 8th ലെവൽ കൂടി ഉണ്ട്, 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവൽ കൂടെ വരുന്നുണ്ട്. നമ്മൾ പക്ഷേ ഇന്നത്തെ ഇതിൽ 0 to 6 മാത്രമാണ് നോക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഇത് ഡിപ്ലോമ സിലബസ് ആയതുകൊണ്ട് തന്നെ അതിൽ ഇത്രേ പറയുന്നുള്ളൂ. സോ നമ്മൾ ആ ഒരു ഇതിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. 0 to 6 വരെയുള്ള ലെവൽസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, then these levels designate different design architectures that share 3 common characteristics. അപ്പോൾ ഓരോ ലെവലും ഓരോ ടൈപ്പ് ആർക്കിടെക്ചർ ആണ്, ആൻഡ് ബട്ട് they share 3 common characteristics. RAID is a set of physical disk drives viewed by the operating system as a single logical drive.
അപ്പം ആക്ച്വലി റെയ്ഡ് ഫിസിക്കലി പറയുമ്പോൾ ഡിഫറെൻറ്റ് ഡിസ്ക് ഡ്രൈവ്സ് ആണ്. നമ്മളുടെ ഒ എസ് അതിനെ ഒരു സിംഗിൾ ലോജിക് യൂണിറ്റ് ആയിട്ടാണ് കാണുക. അപ്പോൾ ഡിഫറെൻറ്റ് ഡിവൈസസ് ആണെങ്കിൽ ഡിസ്ക് ഡ്രൈവ്സ് ആണെങ്കിലും അത് വർക്ക് ആസ് എ ഹോൾ സിംഗിൾ ലോജിക്കൽ ഡ്രൈവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. And this data are distributed across the physical drives of an array in a scheme known. ഓക്കെ, അതും പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിന് സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റാസ് എല്ലാം ഈ ഫിസിക്കൽ ഡ്രൈവ്സ് കുറേ ഡ്രൈവ് ഉണ്ടാവുമല്ലോ അതിലെല്ലാം കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് അതിൻ്റെ പേരാണ് സ്ട്രിപ്പിംഗ് എന്നാണ് പറയുക നോർമലി. അതായത് ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഒരു ഡ്രൈവിൽ വെക്കുന്നതിന് പകരം ഇത്രയും ഡിസ്ക് ഡ്രൈവിലേക്ക് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്ട്രിപ്പിംഗ്. Then redundant disk capacity is used to store parity information, which guarantees data recoverability in case of a disk failure. റിഡൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ റിപ്പീറ്റഡ്ലി സ്റ്റോർ ചെയ്യുന്നതാണ് റിഡൻഡൻസി, ഡ്യൂപ്ലിക്കേറ്റിംഗ് പോലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റിംഗ് അല്ലെങ്കിൽ റിഡൻഡൻസി യൂസ് ചെയ്യുന്നത് പാരിറ്റി ഇൻഫോർമേഷൻസ്. പാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഡിജിറ്റൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഹാമിംഗ് കോഡ്, പാരിറ്റി ബിറ്റ്, എറർ കറക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പാരിറ്റി ബിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, പാരിറ്റി ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ റെയ്ഡിനകത്തുണ്ട് പാരിറ്റി ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ റിക്കവറബിലിറ്റി ഇൻ കേസ് ഓഫ് ഡിസ്ക് ഫെയിലിയർ. ഏതെങ്കിലും ഡിസ്ക് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഡാറ്റാസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിഡൻഡൻസി എന്നുള്ള കൺസെപ്റ്റോടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ ആർക്കിടെക്ചറിനും കോമൺ ആണ്. അതായത് അത് ഫിസിക്കലി അത് ഡിഫറെൻറ്റ് ഡിസ്ക് ഡ്രൈവ്സ് ആണ്, പക്ഷേ ലോജിക്കലി അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണുന്നത് ഒരു സിംഗിൾ ലോജിക്കൽ ഡ്രൈവ് ആയിട്ടായിരിക്കും. ആൻഡ് അതുപോലെ ഡാറ്റ സ്ട്രിപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡാറ്റ തന്നെ മൾട്ടിപ്പിൾ ഡിസ്ക് ഡ്രൈവിലേക്ക് ആയിട്ട് നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഡാറ്റ റിഡൻഡൻസി യൂസ് ചെയ്യുന്നുണ്ട്, പാരിറ്റി ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാതും ചെയ്യുന്നത് ഡാറ്റ റിക്കവറബിലിറ്റി ഇൻ കേസ് ഓഫ് ഡിസ്ക് ഫെയിലിയർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ പറഞ്ഞു 0 to 6 ലെവൽസ് ആണുള്ളത്. അപ്പോൾ ഏറ്റവും ബേസിക് ലെവലാണ് റെയ്ഡ് ലെവൽ 0. RAID level 0 is not a true member of the RAID family because it does not include redundancy to improve performance. അപ്പോൾ നമ്മളതിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞതാണ് ഡാറ്റ റിഡൻഡൻസി, അതായത് ഡ്യൂപ്ലിക്കേറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റെയ്ഡ് ലെവൽ 0 റെയ്ഡ് ഫാമിലിയിൽ പെടുത്താൻ പറ്റില്ല. കാരണം ഇതിനകത്ത് റിഡൻഡൻസി എന്ന് പറഞ്ഞ ടേം വരുന്നില്ല. അതായത് റിപ്പീറ്റഡ്ലി സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. പക്ഷേ for RAID 0, the user and the system data are distributed across all of the disk in the array. അപ്പോൾ ഡാറ്റാസ് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഒരാളുടെ അടുത്ത് ഒരു വർക്ക് ചെയ്യാൻ പറയുകയാണ്. ഫോർ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ, നമ്മളൊരു 1 to 100 എഴുതാൻ പറയുകയാണ് ഒരാളുടെ അടുത്ത്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് 1 to 100 എഴുതാൻ എടുക്കുന്ന ടൈം ഞാൻ 2 പേരുടെ അടുത്ത് പറയുന്നു. ഒരാളോട് 1 to 50 എഴുതാൻ പറയുന്നു, അടുത്ത ആളോട് 51 to 100 എഴുതാൻ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് വേണ്ട ടൈം പകുതി മതി അല്ലേ. ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് 1 to 100 എഴുതുന്നതും 2 പേരിരുന്നിട്ട് ആ ജോലി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പെർഫോമൻസ് രണ്ടാമത്തേനാണ് കൂടുക. അതേ കൺസെപ്റ്റാണ് റെയ്ഡ് ലെവൽ 0. അതായത് ഇവിടെ ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റിംഗ് ഒന്നും നടക്കുന്നില്ല, പക്ഷേ ഒരു ഡാറ്റ തന്നെ ഡിഫറെൻറ്റ് ഡാറ്റാസ് മൾട്ടിപ്പിൾ ഡിസ്കിലായിട്ട് നമ്മൾ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഒരു 4 ഡിസ്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് 0, സ്ട്രിപ്പ് 1, സ്ട്രിപ്പ് 2 അങ്ങനെ ഓരോന്നിലും വെവ്വേറെയാണ്. കോമൺ ആയിട്ട് ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് വരില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സപ്പോസ് ഇപ്പോൾ എനിക്കൊരു ഇൻപുട്ട് റിക്വസ്റ്റ് വരുന്നത് സ്ട്രിപ്പ് 0 ഡാറ്റയാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. ആൻഡ് സെയിം ടൈം തന്നെ എനിക്ക് സ്ട്രിപ്പ് 6 ഡാറ്റയാണ് വേണ്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നിട്ടാവും രണ്ടും കൂടി ഒരു ഡിസ്കിലാണെന്ന് വെച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടാവും അല്ലേ. പക്ഷേ ഇത് രണ്ടും 2 ഡിസ്കിലാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് 2 ഡിഫറെൻറ്റ് റിക്വസ്റ്റ് IO റിക്വസ്റ്റ് നമുക്ക് ഇതിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഒരേ സമയം 2 റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും 4 പേര് കൂടിയിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിത് കുറച്ചും കൂടി എന്തായാലും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അതാണ് റെയ്ഡ് 0ൻ്റെ ഗുണം. ഇഫ് 2 ഡിഫറെൻറ്റ് IO റിക്വസ്റ്റ് ആർ പെൻഡിങ് ഫോർ 2 ഡിഫറെൻറ്റ് ബ്ലോക്സ് ഓഫ് ഡാറ്റ ആൻഡ് if the requested blocks are on different disks, the 2 requests can be issued in parallel, reducing the IO queuing time. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റാണ് ഈ ഒരു ലൈനിലുള്ളത്. അതായത് നമുക്ക് 2 റിക്വസ്റ്റ് വേണം, 2 ബ്ലോക്സ് ആണ്, ആൻഡ് ഈ 2 ബ്ലോക്സും ഡിഫറെൻറ്റ് ഡിസ്കിലാണ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ഈ റിക്വസ്റ്റ് നമുക്ക് പാരലലി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു IO ക്യൂവിങ് ഉണ്ടല്ലോ, അതായത് ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം കുറയ്ക്കാൻ പറ്റും.
അപ്പോൾ ഇതാണ് റേറ്റ് ലെവൽ സീറോൻ്റെ ഗുണം. ഡാറ്റ സ്ട്രിപ്പിംഗ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിഡൻഡൻസി ഇല്ല. ഒരു ഡാറ്റ മൾട്ടിപ്പിൾ ഡിസ്കിലായിട്ട് അങ്ങ് എല്ലാത്തിലും ഡിഫറെൻറ്റ് ഡാറ്റാസ് മൾട്ടിപ്പിൾ ഡിസ്കിൽ കോപ്പി ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്കിത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ദ ഡാറ്റ ആർ സ്ട്രിപ്ഡ് അക്രോസ് ദ അവൈലബിൾ ഡിസ്ക്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് നമ്മുടെ ലോജിക്കൽ ഡിസ്ക്. ലോജിക്കൽ ഡിസ്ക് അതായത് സോഫ്റ്റ്വെയർ കാണുന്നത് ഇങ്ങനെയാണ്, എല്ലാം കൂടി കോമൺ ആയിട്ട് ഒറ്റ പോലെ ഇരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഈ ഡാറ്റ ഇരിക്കുന്നത് അങ്ങനെയല്ല. ആദ്യത്തെ ഡിസ്ക് ഫിസിക്കലി ഒരു ഡിസ്കിൽ കണ്ടില്ലേ, സ്ട്രിപ്പ് 0, സ്ട്രിപ്പ് 4. സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റയാണ്. അത് പിന്നെ ഓർഡറിനൊന്നുമില്ല, നമ്മൾ ഓരോ അൽഗോരിതം വെച്ചിട്ട് എങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഒരു ഡാറ്റയുടെ, ഒരു പെർട്ടിക്കുലർ ഡാറ്റയുടെ ഒരു പോർഷൻ 0-ലുണ്ട്, അടുത്ത പോർഷൻ ഡിസ്ക് 1-ലാണ്, പിന്നത്തെ പോർഷൻ 2-ൽ, പിന്നത്തെ പോർഷൻ 3-ൽ. അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രിപ്സ് ആക്കിയിട്ട് ഓരോ ഫിസിക്കൽ ഡിസ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആസ് എ ഹോൾ ഒരു സിംഗിൾ ലോജിക്കൽ ഡിസ്ക് മാത്രമേ കാണുള്ളൂ. ആ ഡിസ്കിൻ്റെ അകത്ത് എല്ലാ ഡാറ്റാസും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ദർ ഇസ് എൻ അറേ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഈ മാപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് റേറ്റ് ലെവൽ 0. ആൻഡ് ഈ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓൾ ഓഫ് ദ യൂസർ ആൻഡ് സിസ്റ്റം ഡാറ്റ ആർ വ്യൂഡ് ആസ് ബീങ് സ്റ്റോർഡ് ഓൺ എ ലോജിക്കൽ ഡിസ്ക്. ദ ലോജിക്കൽ ഡിസ്ക് ഇസ് ഡിവൈഡ് ഇൻ ടു സ്ട്രിപ്സ് ആണ്. ആൻഡ് ദീസ് സ്ട്രിപ്സ് മേ ബി ഫിസിക്കൽ ബ്ലോക്ക്, സെക്ടേഴ്സ് ഓർ സം അതർ യൂണിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഓരോ ആപ്ലിക്കേഷനും ഓരോ പോലെ ആയിരിക്കാം. ചിലപ്പോൾ ബ്ലോക്ക് ആയിരിക്കാം, ചിലപ്പോൾ ബിറ്റ് ആയിരിക്കാം, ബൈറ്റ്സ് ആയിരിക്കാം, എങ്ങനെയാണെങ്കിൽ അവരുടെ യൂണിറ്റ് അനുസരിച്ച്. The strips are mapped round robin to consecutive physical disk in the RAID array. റൗണ്ട് റോബിൻ മെത്തേഡിൽ അല്ലെങ്കിൽ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഈ സ്ട്രിപ്സിനെ അതായത് കറക്റ്റായിട്ട് ആദ്യത്തെ സ്ട്രിപ്പ് ഇവിടെ കൊടുത്താൽ രണ്ടാമത്തെ സ്ട്രിപ്പ് രണ്ടാമത്തെ സ്ലോട്ടിനുള്ളതാണ്, അടുത്ത സ്ട്രിപ്പ് മൂന്നാമത്തെ ആൾക്കുള്ളതാണ്. അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ റേറ്റ് ലെവൽ 0. റേറ്റ് ലെവൽ 0 സിമ്പിളാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താ, ഡാറ്റ റിഡൻഡൻസി ഇല്ല. ഡിസ്ക് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതേ നോക്കിയേ, എനിക്ക് ഈ ഡിസ്ക് 1 ഫെയിലിയർ ആയിന്ന് വിചാരിക്കാം. ഡിസ്ക് 1 ക്രാഷ് ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്ട്രിപ്പ് 1, 5, 9, 13 ഇത്രയും ഡാറ്റാസ് ഉണ്ട്. ഈ ഡാറ്റാസ് ഒന്നും കിട്ടാൻ ഇനി ഒരു മാർഗ്ഗവും ഇല്ല, കാരണം അതിൻ്റെ കോപ്പി ഒന്നും വേറെ എവിടെയും സേവ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആ ഡാറ്റാസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജും. ഓക്കെ, this is all about this RAID level 0. And next is RAID level 1. In RAID 1, redundancy is achieved by duplicating all the data. അതായത് 0-ൽ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ RAID 1-ൽ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ഒറിജിനൽ ഡിസ്കിൽ എത്ര ഡാറ്റ ഉണ്ടോ എല്ലാതും 2 പ്രാവശ്യം ഉണ്ടാവും. എല്ലാ ഡാറ്റയും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനൽ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്, അങ്ങനെയാണ് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈച്ച് ലോജിക്കൽ സ്ട്രിപ്പ് ഇസ് മാപ്ഡ് ടു 2 സെപ്പറേറ്റ് ഫിസിക്കൽ ഡിസ്ക് so that every disk in the array has a mirror disk that contains the same data. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നു നമ്മൾ ഇവിടെ 2 separate physical disks and they contain same data. So they are known as mirror disk. ഒരാളുടെ മിറർ തന്നെയാണ് അടുത്ത ആളുടെ മിറർ ഇമേജ് ആണ്, which means they contains the same data in 2 separate physical disks. അതുകൊണ്ട് തന്നെ മിററിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് റേറ്റ് ലെവൽ 1-ൽ പറയുന്നുണ്ട്. ആൻഡ് ഒരു കാര്യം ഞാൻ വിട്ടുപോയതുണ്ടായിരുന്നു. യെസ്, ദിസ് വൺ. RAID 0-ലെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഫിഗറിന് താഴെ കാണാം. നോൺ റിഡൻഡൻറ്റ്. നമ്മൾ ഓരോ RAID ലെവലിലും 0 through 6-ലുള്ള ഓരോ ലെവലിലും ഒരു സ്പെസിഫിക് ടേം വെച്ചിട്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ RAID 0-നെ നമ്മൾ നോൺ റിഡൻഡൻറ്റ് ലെവൽ എന്നും പറയാം. ഓക്കെ, നോൺ റിഡൻഡൻ്റ് ആണ്, റിഡൻഡൻസി ഇല്ല. അതുപോലെ RAID ലെവൽ 1-ൽ മിററാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. നെക്സ്റ്റ്, ദ പോസിറ്റീവ് ആസ്പെക്ട്സ് ടു ദ RAID 1 ഓർഗനൈസേഷൻ. പോസിറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് വരാമെന്ന്. എ റീഡ് റിക്വസ്റ്റ് ക്യാൻ ബി സർവീസ്ഡ് ബൈ ഐദർ ഓഫ് ദ 2 disks ദാറ്റ് കണ്ടെയ്ൻസ് ദ റിക്വസ്റ്റഡ് ഡാറ്റ വിച്ചെവർ വൺ ഇൻവോൾവ്സ് എ മിനിമം സീക്ക് ടൈം പ്ലസ് റൊട്ടേഷണൽ ലേറ്റൻസി. അതായത് ഇപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നു, ആ റിക്വസ്റ്റിലുള്ള 2 ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ടാവും, 2 ഡിസ്കിലുണ്ടാവും, എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ അതിൽ ഏതിനാണോ ടൈം കുറവ് അതിൽ നിന്ന് നമുക്ക് ഡാറ്റ എടുക്കാം. ഈ സീക്ക് ടൈമും റൊട്ടേഷൻ ലേറ്റൻസിയൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. കറക്റ്റ് ട്രാക്ക് കാണാൻ, അതിൽ നിന്ന് കറക്റ്റ് സെക്ടർ കാണാൻ, രണ്ടും കൂടുമ്പോഴാണ് നമുക്ക് ആക്സസ് ടൈം കിട്ടുന്നത്. അപ്പോൾ ആക്സസ് ടൈം കുറവുള്ള ഡിസ്ക് ഏതാണോ അതിൽ നിന്ന് നമുക്ക് ഡാറ്റേനെ റീഡ് ചെയ്യാൻ പറ്റും, അതൊരു ഗുണമാണ്. പക്ഷേ റൈറ്റ് റിക്വസ്റ്റിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം 2 ഡിസ്കും അപ്ഡേറ്റ് ചെയ്യണം അല്ലേ. ഒരു ഒറിജിനലും അപ്ഡേറ്റ് ചെയ്യണം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ റൈറ്റ് കുറച്ച് മറ്റേലൊക്കെ ഒരെണ്ണം എഴുതണോടത്ത് ഇവിടെ 2 എണ്ണം എഴുതണം, അപ്പോൾ കുറച്ച് സ്ലോ ആണ്. എ റൈറ്റ് റിക്വസ്റ്റ് റിക്വയർസ് ദാറ്റ് ബോത്ത് കറസ്പോണ്ടിങ് സ്ട്രിപ്സ് ബി അപ്ഡേറ്റഡ്
ബട്ട് ദിസ് ക്യാൻ ബി ഡൺ ഇൻ പാരലായിട്ട് ചെയ്യാം, എന്നാലും അതൊരു ഓവർ ഹെഡ് ആണ്. തേർഡ് വൺ, റിക്കവറി ഫ്രം എ ഫെയിലിയർ ഇസ് സിമ്പിൾ. ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് ഒരു ഫെയിലിയർ, ഏതെങ്കിലും ഒരു ഡിസ്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്താ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അപ്പുറത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നേരെ അതിൽ നിന്ന് എടുത്താൽ മതി, വേറെ ഒരു പ്രോബ്ലം ഇല്ല. വെൻ എ ഡ്രൈവ് ഫെയിൽസ് ദ ഡാറ്റ മേ സ്റ്റിൽ ബി ആക്സസ് ഫ്രം ദ സെക്കൻഡ് ഡ്രൈവ്. ഒരു ഡ്രൈവ് ഫെയിൽ ആയാലും സെക്കൻഡ് ഡ്രൈവിൽ നമുക്ക് ഡാറ്റ എടുക്കാം. അപ്പോൾ ഇതാണ് ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. ദ പ്രിൻസിപ്പൽ ഡിസഡ്വാൻറ്റേജ് ഓഫ് RAID 1 ഇസ് ദ കോസ്റ്റ്. പ്രിൻസിപ്പൽ ഡിസഡ്വാൻറ്റേജ് കോസ്റ്റ് ആണ്. കാരണം എന്താ, ഒരെണ്ണം വേണ്ടിടത്ത് ഇവിടെ 2 ഡിസ്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇറ്റ് റിക്വയർസ് ട്വൈസ് ദ ഡിസ്ക് സ്പേസ് ഓഫ് ദ ലോജിക്കൽ ഡിസ്ക് ദാറ്റ് ഇറ്റ് സപ്പോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത് ഹൈലി ക്രിട്ടിക്കൽ ഫയൽസിന് മാത്രം. അതായത് ഈ ഡാറ്റ ലോസ് ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രോബ്ലം ഉള്ള കേസിൽ മാത്രം, അത്രയും ക്രിട്ടിക്കൽ ഫയൽസിൽ മാത്രമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ പോലത്തെ സിസ്റ്റം സോഫ്റ്റ്വെയറോ ഡാറ്റയോ അങ്ങനത്തെ ക്രിട്ടിക്കൽ ഫയൽസിൽ മാത്രമാണ് ഈ RAID ലെവൽ 1 അപ്ലൈ ചെയ്യുന്നത്. അതായത് എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വെക്കണത്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഒരെണ്ണം ഫെയിലായാലും ഡിസ്ക് ഒരെണ്ണം ഫെയിലായാലും നമുക്ക് മറ്റേ ഡിസ്കിൽ നിന്ന് ഡാറ്റ എടുക്കാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ല, ക്രിട്ടിക്കൽ ഫയൽസ് ആണ്. അതുകൊണ്ട് കോസ്റ്റും പ്രോബ്ലം അല്ല എന്ന് വിചാരിച്ചാൽ മാത്രമാണ് ഈ ഒരു ലെവൽ 1 യൂസ് ചെയ്യാറുള്ളൂ. And because of this cost, the RAID 1 configuration is likely to be limited to drives that store system software and data and other highly critical files. Okay, ഹൈലി ക്രിട്ടിക്കൽ ഫയൽസിൻ്റെ കേസിൽ മാത്രം RAID ലെവൽ 1 വെക്കുന്നു. കാരണം എന്താണ്, ഇവിടെ നമുക്ക് ഡാറ്റ ലോസ് ആവാൻ പാടില്ല. സോ നമ്മൾ മിററാണ് ചെയ്യുന്നത്. ഒരു ഡാറ്റ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേറെ സ്ഥലത്ത് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഡാറ്റ ലോസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ എടുക്കാം. ആൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ കോസ്റ്റ് കൂടുതലുമാണ്. ഇൻ ദിസ് കേസ് RAID 1 പ്രൊവൈഡ്സ് റിയൽ ടൈം കോപ്പി ഓഫ് ഓൾ ഡാറ്റ so that in the event of a disk failure all of the critical data are still immediately available. ഡിസ്ക് ഫെയിലിയർ ആയാൽ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ ഡാറ്റ ഒക്കെ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിരിക്കും, അടുത്ത ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. So this RAID 1 can achieve high IO request rates if the bulk of the requests are reads. അതൊരു കാര്യമുണ്ട്. അതായത് റീഡ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് IO റേറ്റ്, റിക്വസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. കാരണം നമുക്ക് വേഗം വേഗം റീഡ് ചെയ്യാം, ഏതാണോ അടുത്ത് അതൊന്ന് നമ്മൾ റീഡ് ചെയ്യുന്നു. പക്ഷേ സോ ഇൻ ദ സിറ്റുവേഷൻ ദ പെർഫോമൻസ് ഓഫ് RAID 1 ക്യാൻ അപ്രോച്ച് ഡബിൾ ഓഫ് ദാറ്റ് ഓഫ് RAID 0. RAID 0ൻ്റെ പെർഫോമൻസിനേക്കാളും ഡബിളാണ് RAID 1 റീഡിൻ്റെ കേസിൽ. എന്നാൽ IO റിക്വസ്റ്റ് റൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ പെർഫോമൻസ് കുറയും. കാരണം എന്താണ്, നമുക്ക് റൈറ്റ് ചെയ്യുമ്പോൾ 2 റൈറ്റ് വേണം, 2 ഡിസ്കിലേക്കും റൈറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ RAID 0നെക്കാട്ടും താഴേക്ക് പോവും പെർഫോമൻസ്. ദിസ് ഇസ് ദ ഫിഗർ RAID ലെവൽ 1. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഒരു കീ ടേം മിറേർഡ്, കണ്ടില്ലേ, RAID 1 എന്ന് പറയുന്നത് മിറേർഡ് ലെവലാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ 1 2 3 4 ഈ 4 ഡിസ്കിനകത്തുള്ള ഡാറ്റാസ് അതിൻ്റെ സെയിം മിറർ കോപ്പിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഡാറ്റയും 2 ഡിസ്കിനകത്ത് ഉണ്ടായിരിക്കും, എല്ലാ സ്ട്രിപ്പും 2 ഡിസ്കിനകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ സ്ട്രിപ്പ് ഇത് എനിക്ക് പോയി എന്ന് വിചാരിക്കുക, ഈ ഡിസ്ക് ഫെയിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആണ് ഇവിടെ അടുത്ത ഡിസ്ക്. അതുകൊണ്ട് ഈ ഡാറ്റാസൊക്കെ ഇമ്മീഡിയറ്റ്ലി കിട്ടും. അപ്പോൾ ഇത്രയാണ് RAID ലെവൽ 1. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. നമുക്ക് RAID ലെവൽ 2 പോകാം. RAID ലെവൽ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ദിസ് ലെവൽ ഇസ് റയർലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ്. ഇതൊരു തിയറി കൺസെപ്റ്റാണ്, പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ല കേട്ടോ. ഇറ്റ് സ്ട്രിപ്സ് ഡാറ്റ അറ്റ് ദ ബിറ്റ് ലെവൽ ആൻഡ് യൂസസ് എ ഹാമിംഗ് കോഡ് ആസ് എറർ കറക്റ്റിംഗ് കോഡ്സ്. ഇവിടെ നമ്മൾ ബിറ്റ് ലെവലിലാണ് ഡാറ്റ സ്ട്രിപ്പിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വേണമെങ്കിൽ ആവാമെന്ന്. അപ്പോൾ ഇവിടെ ബിറ്റ് ലെവലിലാണ്, അതായത് ഒരു ഡാറ്റ, ഒരു പെർട്ടിക്കുലർ ഡാറ്റ, അതിൻ്റെ ഒരു ബിറ്റ് ഒരു ഡിസ്കിൽ, അടുത്ത ബിറ്റ് അടുത്ത ഡിസ്കിൽ, അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോണത്. ആൻഡ് ഇവിടെ നമ്മൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യുമ്പോൾ എറർ കറക്ഷൻ കോഡ് വേണ്ടി വരും. ഇതും നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പാരിറ്റിയുടെ കൂടെ തന്നെ ഹാമിംഗ് കോഡ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇവിടെ നമ്മൾ ആ ഹാമിംഗ് കോഡ് എന്താണ് ആ ഒരു കൺസെപ്റ്റിലോട്ടൊന്നും RAID പോകുന്നില്ല. ഇറ്റ് യൂസസ് ദിസ് ഹാമിംഗ് കോഡ്, നമുക്കിപ്പോൾ അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. സോ ഇറ്റ് യൂസസ് എ ഹാമിംഗ് കോഡ് ആസ് എറർ കറക്റ്റിംഗ് കോഡ്, ECC എറർ കറക്റ്റിംഗ് കോഡ് എന്നാണ്. അപ്പോൾ എറർ കറക്റ്റിംഗ് കോഡായിട്ട് ഹാമിംഗ് കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ സ്ട്രിപ്പ് ചെയ്യുന്നത് ബിറ്റ് ലെവലാണ്. വി സ്പ്ലിറ്റ് ദ ഡാറ്റ ബിറ്റ് വൈസ് among a few disks while rest are used for storing error correcting code.
ഓക്കെ, അപ്പോൾ നമ്മളുടേതകത്തൊരു 8 ഡിസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊരു 4 എണ്ണം, കണക്കൊന്നുമില്ല കേട്ടോ, അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ഡിസ്കിൻ്റെ അകത്ത് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ബാക്കിയുള്ള ഡിസ്ക് എല്ലാം ഈ പാരിറ്റി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എറർ കറക്റ്റിംഗ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ മോർ ദാൻ 2 ബിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ എറർ കറക്റ്റിംഗ് കോഡ്. അപ്പോൾ എറർ കറക്റ്റിംഗ് കോഡായിട്ട് മോർ ദാൻ 2 ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റീഡിങ് ഫാസ്റ്റർ ആയിരിക്കും, പക്ഷേ നമുക്ക് റൈറ്റിംഗ് സ്ലോ ആവും. കാരണം റൈറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എറർ കറക്റ്റിംഗ് കോഡ്. അപ്പോൾ ഓരോ ഡാറ്റയ്ക്കും എറർ കറക്റ്റിംഗ് കോഡ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് സ്ലോ ആയിരിക്കും, റീഡിങ് ഫാസ്റ്റ് ആയിരിക്കും. ആൻഡ് നമുക്കൊരു 3 ഡെഡിക്കേറ്റഡ് ഡിസ്ക് ഫോർ സ്റ്റോറിങ് ECC. അപ്പോൾ ഒരു 2 ബിറ്റ് വേണം നമുക്ക്. 2 ബിറ്റിൻ്റെ എറർ കറക്റ്റിംഗ് കോഡാണ് സ്റ്റോർ ചെയ്യണത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ എറർ കറക്റ്റിംഗ് കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് മിനിമം ഒരു 3 ഡെഡിക്കേറ്റഡ് ഡിസ്ക് എങ്കിലും വേണം. അതൊരു പ്രോബ്ലം ആണ് ഇതിൽ. അതായത് മൊത്തം ഡിസ്കിൽ ഒരു 3 എണ്ണമെങ്കിലും എറർ കറക്റ്റിംഗ് കോഡിന് വേണ്ടി മാത്രം കൊടുക്കണം. അപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അതിലും കുറവേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് റെയ്ഡ് ലെവൽ 2ൻ്റെ ഫിഗർ. കണ്ടില്ലേ, B0, B1, B2, B3. ഞാനതിൽ ഒരു എക്സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരു സ്ട്രിപ്പ് മാത്രം. അപ്പോൾ ബിറ്റ് ലെവൽ സ്ട്രിപ്പിംഗ് ആണ്. ഒരു ബിറ്റ് ഇവിടെ, അടുത്ത ബിറ്റ് അടുത്തതിൽ, അങ്ങനെ കൊടുത്തു. ആൻഡ് ബാക്കിയുള്ള ഒരു മിനിമം ഒരു 3 എണ്ണെങ്കിലും ഡിസ്കെങ്കിലും വേണം എറർ കറക്ഷന് വേണ്ടിയിട്ട്, എറർ കറക്റ്റിംഗ് കോഡ് സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഈ F0 ഓഫ് B, F1 ഓഫ് B, F2 ഓഫ് B എന്ന് എഴുതിയിട്ടുള്ളത് അതിൻ്റെ എറർ കറക്റ്റിംഗ് കോഡാണ്. അപ്പോൾ റെയ്ഡ് 2ൻ്റെ കീ പോയിന്റ് ഇതാണ്, റിഡൻഡൻസി ത്രൂ ഹാമിംഗ് കോഡ്. റിഡൻഡൻസി അച്ചീവ് ചെയ്തിട്ടുള്ളത് ഹാമിംഗ് കോഡ് വഴിയാണ്. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. റെയ്ഡ് ലെവൽ 2 ആപ്ലിക്കേഷൻസ് ഇല്ല, കാരണം അത് കൊമേഴ്ഷ്യലി അവൈലബിൾ അല്ല. ദിസ് ലെവൽ ഇസ് റൈഡ്ലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ്. ആൻഡ് ഇവിടെ കാര്യം, സ്ട്രിപ്പിംഗ് ഇസ് അറ്റ് ദ ബിറ്റ് ലെവൽ ആൻഡ് ഇറ്റ് യൂസസ് ഹാമിംഗ് കോഡ് ആസ് എറർ കറക്റ്റിംഗ് കോഡ്. ഹിയർ റീഡിംഗ് ഇസ് ഫാസ്റ്റ് ബട്ട് writing will be slower because we have to calculate error correcting codes, and it requires minimum 3 dedicated disks for ECC. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെയ്ഡ് ലെവൽ 2ൽ നോക്കാനുള്ളത്. ഇനി അടുത്തത് റെയ്ഡ് ലെവൽ 3. റെയ്ഡ് ലെവൽ 3 എന്ന് പറയുന്നത് ഇറ്റ് യൂസസ് കൺസെപ്റ്റ് ഓഫ് പാരിറ്റി ഇൻസ്റ്റെഡ് ഓഫ് എറർ കറക്റ്റിംഗ് കോഡ്. എറർ കറക്റ്റിംഗ് കോഡിന് പകരം നമ്മളിവിടെ പാരിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം എന്താണ് കേട്ടോ. പാരിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ കാര്യം എന്താ വെച്ചാൽ, നേരത്തെ നമുക്ക് എങ്ങനെ വേണമായിരുന്നു, ഈ എറർ കറക്റ്റിംഗ് കോഡ് സ്റ്റോർ ചെയ്യാൻ മിനിമം ഒരു 3 ഡിസ്കെങ്കിലും വേണമായിരുന്നു. ഇവിടെ നമുക്ക് ഒരാൾ മതി. അപ്പോൾ അതേ ഇവിടെ നോക്കിയേ, ഇതാണ് എക്സാമ്പിൾ കേട്ടോ. നമ്മുടെ കയ്യിൽ 5, ഇതും ബിറ്റ് ലെവൽ തന്നെയാണ് സ്ട്രിപ്പിംഗ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിൽ ഒരെണ്ണം പാരിറ്റി സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ളതും ബാക്കിയുള്ളതിൽ നമ്മൾ ഡാറ്റാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. It maintains only one single disk for storing parity values, while among the rest the data is divided bitwise. ഓക്കെ, അപ്പോൾ ബിറ്റ് വൈസ് ആണ് സ്ട്രിപ്പിംഗ് നടക്കുക. അപ്പോൾ ഒരു ഡിസ്ക് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി പാരിറ്റി സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം. ബാക്കി ഡിസ്കിൻ്റെ അകത്ത് നമ്മൾ ബിറ്റ് ലെവലായിട്ട് ഡാറ്റാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേ കണ്ടില്ലേ, ഈ റെയ്ഡ് 3യുടെ കീ പോയിന്റ് ഇതാണ്, ബിറ്റ് ഇൻ്റർലീവ്ഡ് പാരിറ്റി. അപ്പോൾ ഓരോന്നിൻ്റെയും ഈ നെയിംസ് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. ബിറ്റ് ഇൻ്റർലീവ്ഡ് പാരിറ്റി എന്നാണ് റെയ്ഡ് ലെവൽ 3യുടെ കീ പോയിന്റ് വരുന്നത്. ഹിയർ ഇത് പാരിറ്റി വാല്യൂ. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ കണ്ടില്ലേ, B0, B1, B2, B3. ആൻഡ് ഇവിടെ കറസ്പോണ്ടിംഗ്ലി നമ്മൾ എഴുതിയിട്ടുണ്ട് P ഓഫ് B. P ഓഫ് B എന്ന് പറയുന്നത് പാരിറ്റി ആണെന്ന് പറഞ്ഞു. ഈ പാരിറ്റി വാല്യൂ എങ്ങനെ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോർ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇവിടെ B0, B1, B2, B3 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സോർ ആണ് ഇവിടെ പാരിറ്റി ഓഫ് Bയിൽ കാണുന്നുണ്ടാവുക. അങ്ങനെയാണ് എല്ലാ ബിറ്റിൻ്റെയും കാണുക. If they contain even number of ones and the parity value is 0, if odd number, parity value will be 1. അപ്പോൾ നമ്മൾ എക്സോർ ചെയ്യുമ്പോഴത്തെ കാര്യമാണ്, ഇവിടെ എല്ലാവരുടെയും 1ൻ്റെ നമ്പർ 1 ഉള്ളത് ഈ ബിറ്റ് വൈസ് ബിറ്റ് ലെവലല്ലേ സ്ട്രിപ്പിംഗ്. അപ്പോൾ ഐദർ 1 or 0 ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഈ 4 എണ്ണത്തിലും ഈവൻ നമ്പർ ഓഫ് 1 ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 2 ആവാം, 4 ആവാം, അങ്ങനെ ഈവൻ നമ്പർ ഓഫ് 1 ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാരിറ്റി വാല്യൂ 0 ആയിരിക്കും. ആൻഡ് 1, 3 പോലെ ഓഡ് നമ്പർ ഓഫ് 1 ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാരിറ്റി വാല്യൂ 1 ആയിരിക്കും. അതാണ് പാരിറ്റീൻ്റെ എക്സോറിൽ കാര്യം വരുന്നത്. അതായത് നമ്മളുടെ ഡാറ്റ 5 ഡിസ്ക് ഉണ്ടെങ്കിൽ ഒരു ഡിസ്ക് ഫുള്ളായിട്ട് പാരിറ്റിക്ക് വേണ്ടിയിട്ടും ആൻഡ് ബാക്കിയുള്ള 4 ഡിസ്കിൽ ബിറ്റ് വൈസ് ആയിട്ട് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ആ 4 ഡിസ്കിൻ്റെയും ബിറ്റിൻ്റെ എക്സോർ ആയിരിക്കും ഇവിടുത്തെ പാരിറ്റി വരിക. ആൻഡ്
ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ പാരിറ്റി 0യും ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ പാരിറ്റി 1ഉം ആയിരിക്കും. This helps to increase data transfer rate because all the disks participate in every read and write operation and performance will be higher. ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതലാണ്. കാരണം എന്താ, അതായത് ഒരു ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ എന്താ, ഒരു ഡാറ്റ തന്നെ എല്ലാ ഡിസ്കിലുമായിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് all the disk will participate in every read and write operation. So the performance will be higher. ഇനി അതിൻ്റെ പ്രോബ്ലം കേട്ടോ. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡാറ്റ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡാറ്റേനെ ആക്സസ് ചെയ്യാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഡാറ്റേനെ റീഡോ റൈറ്റോ എന്ത് ചെയ്യണമെങ്കിലും ഈ 4 ഡിസ്കും വേണം. കാരണം ആ ഡാറ്റ ഈ 4 ഡിസ്കിലും കൂടി അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വേറെ ഡിസ്ക് ഒന്നും അവൈലബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ നമ്പർ ഓഫ് ആക്സസ് വോണ്ട് ഇൻക്രീസ്. റീസൺ എന്താ, നോ ഡിസ്ക് വിൽ ബി ഫ്രീ ടു സർവീസ് എ ന്യൂ റിക്വസ്റ്റ് ബിക്കോസ് ഓൾ ദിസ് വർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. ഇപ്പോൾ റീഡോ റൈറ്റോ ഓപ്പറേഷനിലായിരിക്കും എല്ലാ ഡിസ്കും. അങ്ങനെ വരുമ്പോൾ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് സർവീസ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആക്സസസ് വോണ്ട് ഇൻക്രീസ്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത്രയാണ് റേറ്റ് ലെവൽ 3യിൽ നമുക്ക് മെയിനായിട്ട് കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ എറർ കറക്റ്റിംഗ് കോഡിന് പകരം പാരിറ്റി യൂസ് ചെയ്യുന്നു. ഒരൊറ്റ ഡിസ്ക്കാണ് യൂസ് ചെയ്യുന്നത് പാരിറ്റി സ്റ്റോർ ചെയ്യാൻ. ബാക്കിയുള്ള ഡിസ്കിൽ ഡാറ്റ ബിറ്റ് വൈസ് അത് നോട്ട് ചെയ്യണം, ബിറ്റ് വൈസ് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഈ പാരിറ്റി കാണുന്നത് എക്സോർ ചെയ്തിട്ടാണ്. പിന്നെ ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ നമ്പർ ഓഫ് ആക്സസ് കുറയും. കാരണം എല്ലാവരും ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫറിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഒരു ന്യൂ റിക്വസ്റ്റ് സർവീസ് ചെയ്യാൻ അവൈലബിൾ ആയിന്ന് വരില്ല. ഇനി ഞാൻ ഈ പാരിറ്റി ബിറ്റ് വെച്ചിട്ട്, അപ്പോൾ നേരത്തെ നമുക്ക് ആ കൺസെപ്റ്റ് ജസ്റ്റ് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമായിരുന്നു. അതായത് ഒരു ഡാറ്റ, ആ ഡാറ്റ 2 ഡിസ്കിലുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒരു ഡിസ്ക് പോയി കഴിഞ്ഞാലും രണ്ടാമത്തെ ഡിസ്കിൽ നിന്ന് ആ ഡാറ്റ കിട്ടും. അത് പറയുന്നത് ലോജിക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പക്ഷേ ഈ പാരിറ്റി എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. ഈ പാരിറ്റി ഡാറ്റ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഈ പാരിറ്റി ബിറ്റ് സ്റ്റോർ ചെയ്തുകൊണ്ട് എന്താണ് ഗുണം, ഈ ഒരു പാരിറ്റി ബിറ്റിൻ്റെ ഡിസ്കിലുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെയുള്ള ഡാറ്റാസിനെ റീകവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ B1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്ക്കാണ് ഫെയിലായെന്ന് വിചാരിക്കുക. ഈ ഒരു ഡിസ്ക് ഫെയിലായി കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള ഡിസ്കിലെ വാല്യൂവും ഈ പാരിറ്റി വാല്യൂവും കൂട്ടിയിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മുടെ സിമ്പിൾ മാത്തമാറ്റിക് കൺസെപ്റ്റ് തന്നെയാണ് സംഭവം. ഫോർ എക്സാമ്പിൾ ആണ്, സപ്പോസ് ഇവിടെ 1 ആണ് ആൻഡ് ഇവിടെ 2 ആണ്, ഇവിടെ 0 ആണ് ആൻഡ് ഇവിടെ 3 ആണ് ഇങ്ങനെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് എന്താ കിട്ടുക, 5 + 6 അല്ലേ കിട്ടുക. സോ ഇവിടെ 6 കിട്ടും. ആൻഡ് നമുക്ക് ഈ ഒരു ഇത് ക്രാഷായി പോയെന്ന് വിചാരിക്കാം. ഈ ഒരു ഡിസ്ക് ക്രാഷായി. അങ്ങനെ വരുമ്പോൾ ഈ 2 എന്നുള്ള നമ്പർ നമ്മളുടെ നിന്ന് മിസ്സായി. പക്ഷേ നമുക്കിവിടെ 6 ഉണ്ടല്ലോ, ആൻഡ് ഇവിടെ 1 ഉണ്ട്, 0 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് 6 നമുക്കറിയാം. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ 2 കണ്ടുപിടിക്കാൻ പറ്റില്ലേ. ഇതേ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളുടെ ഡാറ്റ ലോസിൻ്റെ കേസിലും ഡാറ്റ റീകവർ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഡാറ്റാസിൻ്റെ എല്ലാത്തിൻ്റെയും എക്സോർ ആണ് ഇവിടെ കിടക്കുന്ന വാല്യൂ. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റ ഫെയിലായാലും ഈ പാരിറ്റി വെച്ചിട്ട് നമുക്ക് ആ ഡാറ്റേനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കൺസിഡർ ആൻ അറേ ഓഫ് 5 ഡ്രൈവ്സ്. ഓക്കെ, നമ്മളിൽ ഇപ്പോൾ 5 ഡ്രൈവ്സ് ഉണ്ട് ഇൻ വിച്ച് x0 through x3 contain ഡാറ്റ. അപ്പോൾ ഇതാണെന്ന് വെച്ചോളൂ കേട്ടോ, 1 2 3. അപ്പോൾ x0 x1 x2 x3 ഇതിനകത്തൊക്കെ ഡാറ്റയാണ്. ആൻഡ് x4ലാണ് പാരിറ്റി. ഇതാണ് പാരിറ്റി ഡിസ്ക്. അപ്പോൾ പാരിറ്റി ഫോർ ദ ith ബിറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. പാരിറ്റി ഇങ്ങനെ കാണാം നമ്മൾ, x4 of i ith ബിറ്റാണ്, അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ith ബിറ്റ് എടുക്കുക. ഇവിടെ ഞാൻ തേർഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിൻ്റെയും തേർഡ് ബിറ്റ് എടുക്കാം. അങ്ങനെ നോക്കാം, x3 of i XOR x2 of i XOR x1 of i XOR x0 of i. ഓക്കെ, അതായത് ഈ 4 ഡിസ്കിൻ്റെയും ഒരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ള ബിറ്റിൻ്റെ XOR എടുത്തു കഴിഞ്ഞാൽ ഈ പാരിറ്റി ഡിസ്കിൻ്റെ സെയിം പൊസിഷനിലുള്ള പാരിറ്റി വാല്യൂ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് ഒരു ഡിസ്ക് കേടായിപ്പോയി. സപ്പോസ് ദാറ്റ് ഡ്രൈവ് x1 ഹാസ് ഫെയിൽഡ്. x1 ഫെയിലായി. x1 ഫെയിലാകുമ്പോൾ എനിക്ക് x1 അകത്തുള്ള ഡാറ്റയൊക്കെ പോവും. എനിക്കിനി ആ ഡാറ്റ റീസ്റ്റോർ ചെയ്യണം. അത് ഇതിന് നമുക്ക് ഈസി ആയിട്ട് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇഫ് വി ആഡ് x4 of i plus x1 of i to both sides of the preceding equation, we get
അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു ടേം എല്ലാത്തിൻ്റെയും കൂടെ ആഡ് ചെയ്യാൻ പോകും, രണ്ട് സൈഡിലും. ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും സെയിം ടേം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഐ എം ഗോയിങ് ടു ആഡ് x4 of i xor x1 of i ബോത്ത് സൈഡ്സ് ഓഫ് ദിസ് ഇക്വേഷൻ. അപ്പോൾ എങ്ങനെ വരും? x4 of iൻ്റെ കൂടെ പ്ലസ് x4 of i xor x1 of i ആൻഡ് ഈ സെയിം ഇക്വേഷൻ്റെ കൂടെ x4 of i xor x1 of i. ആൻഡ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, രണ്ട് ഒരാളുടെ ഐ മീൻ സെയിം നമ്പർ എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. അതായത് x4 of i ഓക്കെ, ഈ രണ്ട് നമ്പർ x4 of i പ്ലസ് നമ്മളിവിടെ x4 of i ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി 0 ആണ് കിട്ടുന്നത്. ആൻഡ് ഇവിടെ എങ്ങനെയാണ്? റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു x1 of i ഉണ്ട്, അതുപോലെ തന്നെ XOR ചെയ്യുന്നു അടുത്ത x1 of i, അപ്പോൾ അതും 0 ആയി പോവും. നമുക്ക് ബാക്കിയുള്ളത് x3 of i അവിടെ ഉണ്ട്, x2 of i, ദെൻ x0 of i, x4 of i. പറഞ്ഞു വന്നതൊന്നുമല്ല, നമുക്കിപ്പോൾ x1 എന്ന് പറഞ്ഞ ഡിസ്ക്കാണ് ഫെയിലായത്. അങ്ങനെ വരുമ്പോൾ ആ ഡിസ്കിലെ ഒരു വാല്യൂ കിട്ടാൻ എന്ത് ചെയ്തത്? ബാക്കിയുള്ള എല്ലാ ഡാറ്റ ഡിസ്കും, അതായത് x0 x1 പോയില്ലേ, x2 x3, ഈ 3 ഡാറ്റ ഡിസ്കിലെ വാല്യൂ അതിൻ്റെ കൂടെ പ്ലസ് x4 of i, x4ൻ്റെ പാരിറ്റീൻ്റെ വാല്യൂ ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. പാരിറ്റി ബിറ്റിൻ്റെ വാല്യൂ ബാക്കിയുള്ള എല്ലാത്തിൻ്റെ XORൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ള കറക്റ്റ് ഇൻഫർമേഷൻ, മിസ്സായി പോയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ്, അതായത് ഇനി നമ്മൾ ഈ വരുന്ന റേറ്റ് ലെവൽ 3 to 6 വരെയുള്ള എല്ലാ റേറ്റ് ലെവലിലും പാരിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പാരിറ്റി വെച്ചിട്ട് റീജനറേറ്റ് ചെയ്യും എന്നുള്ളതിന് ഒരു എക്സാമ്പിളായിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം, നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഹൗ ടു റിക്കവർ ദിസ് ഡാറ്റ ഫ്രം ദിസ് പാരിറ്റി, അത്രയേ ഉള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാൽ എങ്ങനെ റിക്കവർ ചെയ്യുന്ന അറിയാം, ഒരു പാരിറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ റിക്കവർ ചെയ്യുമെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചുള്ളത് കേട്ടോ. And thus the contents of each strip of data on x1 can be regenerated from the contents of corresponding strips on the remaining disk in the array. അപ്പോൾ പറഞ്ഞല്ലോ, അതായത് x1ലുള്ള എല്ലാ സ്ട്രിപ്പിൻ്റെയും ഡാറ്റ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും ഫ്രം ദ കറസ്പോണ്ടിങ് സ്ട്രിപ്സ് ഓൺ ദ റിമൈനിങ് ഡിസ്ക്. ആൻഡ് ദിസ് പ്രിൻസിപ്പൽ ഇസ് ട്രൂ ഫോർ റേറ്റ് ലെവൽസ് 3 through 6. അപ്പോൾ 3 കഴിഞ്ഞു കേട്ടോ. 3ൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്നാണ് പറഞ്ഞത്? ബിറ്റ് ഇൻ്റർലീവ്ഡ് പാരിറ്റി. അതായത് we are using parity to regenerate the strip. And next thing, data is distributed bitwise. And here a single disk is responsible for storing the parity information. എത്രയാണ് കീ പോയിൻറ്റ്സ്? റേറ്റ് ലെവൽ 4. റേറ്റ് ലെവൽ 4 3 പോലെ തന്നെയാണ്. ആൻഡ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 3ൽ നമ്മൾ ഡാറ്റ ബിറ്റ് വൈസ് ആണെങ്കിൽ 4ൽ ഡാറ്റ ബ്ലോക്ക് വൈസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, B0 B1 അങ്ങനെ ഒരു ഡാറ്റ തന്നെ ഒരു ബിറ്റ് ഒരെണ്ണത്തിൽ അടുത്ത ബിറ്റ് ഒരെണ്ണത്തിൽ അങ്ങനെയാണ്. ആൻഡ് ഇവിടെ അങ്ങനെയല്ല, ഒരു ബ്ലോക്കാണ്. ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചധികം ബിറ്റ്സും ബൈറ്റ്സും പെടാം. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്കായിട്ടാണ്, ബ്ലോക്ക് ലെവലിലാണ് ഡാറ്റാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് സിൻസ് ദിസ് ബ്ലോക്സ് ആർ ബിഗ്ഗർ ദാൻ ബിറ്റ്സ് ഫോർ എ സിംഗിൾ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ, ഓൺലി വൺ ഡിസ്ക് വിൽ ബി യൂസ്ഡ്. അതുകൊണ്ട് തന്നെ ബിറ്റ് എപ്പോഴും, ബിറ്റ് ചെറുതാണല്ലോ, അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് ബിറ്റിനെക്കാട്ടും വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റ്, റീഡ് റൈറ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു ബ്ലോക്ക് എടുത്താൽ മതിയാവും. അതായത് ഒരു ഡിസ്ക് യൂസ് ചെയ്താൽ മതിയാവും, ബാക്കിയുള്ള ഡിസ്കൊക്കെ ഫ്രീ ആയിരിക്കും. നേരത്തെ പോലെ ഒരെണ്ണത്തിൽ ഇങ്ങനെ ബിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ എന്താ, ഒരു ചെറിയ റിക്വസ്റ്റ് വന്നാൽ പോലും എല്ലാ ഡിസ്കും ഇൻവോൾവ് ആണ്. കാരണം ഒരു വേർഡ് തന്നെ എല്ലാ ഡിസ്കിലും കൂടിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ബിറ്റ് വൈസ് ആകുമ്പോൾ. ബ്ലോക്ക് വൈസ് ആകുമ്പോൾ അങ്ങനെയല്ല, ചെറിയ റീഡ് ഓർ റൈറ്റിനൊക്കെയും ഒരു ബ്ലോക്കിൻ്റെ അകത്ത് ഡാറ്റ തന്നെ മതിയാവും, വിച്ച് മീൻസ് ഒരു ഡിസ്ക് മതിയാവും, ബാക്കി ഡിസ്ക് ഫ്രീ ആയിരിക്കും. The rest of the disk will be available to service other read or write requests. And thus this RAID 4 increases number of simultaneous accesses. Number of access increase ചെയ്യാൻ പറ്റും. മറ്റേ RAID 2ലും 3ലും ബിറ്റ് വൈസ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആക്സസ് നമ്മൾക്ക് കുറവായിരിക്കും. എല്ലാ ഡിസ്കും എന്താ പറയുക, ഒരു റീഡ് ഓർ റൈറ്റ് നടക്കുമ്പോൾ എല്ലാ ഡിസ്കും അതിൽ എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ടൊരു പുതിയൊരു റിക്വസ്റ്റ് വരാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല, ബ്ലോക്ക് ആയ കാരണം ഒരു ഡിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ഡിസ്കൊക്കെ ഫ്രീ ആയിരിക്കും. അവർക്ക് പുതിയ റിക്വസ്റ്റ് എന്താ പറയുക, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഓക്കെ, ബട്ട്
its data transfer rate is lesser compared to RAID 3 because all the disks won't participate in every read or write operation. അപ്പോൾ ഇവിടെയും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ റേറ്റ് ഉണ്ടല്ലോ, റേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. മറ്റേതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഡിസ്കും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ലേ, അപ്പോൾ അത് നല്ല ഫാസ്റ്റ് ആയിരിക്കും. ഇവിടെ എല്ലാ ഡിസ്കും വരുന്നില്ലല്ലോ, ഒരു ഡിസ്ക് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ, ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ആൻഡ് ദിസ് ഇസ് സ്യൂട്ടബിൾ മെയിൻലി ഫോർ ലാർജ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ്. അങ്ങനത്തെ ചെറിയ സ്മോളർ റീഡ് ഓർ റൈറ്റിനൊന്നുമല്ല, ലാർജ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസിനാണ് ഇത് മെയിൻലി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് ഇഫ് ദ കണ്ടന്റ് ടു റീഡ് ഓർ റൈറ്റ് ഇസ് മോർ ദാൻ വൺ ബ്ലോക്ക്, മോർ ദാൻ വൺ ഡിസ്ക് വിൽ ബി യൂസ്ഡ് ആൻഡ് ദ പെർഫോമൻസ് വിൽ ബി ബൂസ്റ്റഡ്. അപ്പോൾ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കണ്ടന്റ് വലിയ കണ്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ മോർ ദാൻ വൺ ബ്ലോക്ക്. അങ്ങനെ വരുമ്പോൾ ഒരു റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് മോർ ദാൻ വൺ ഡിസ്ക് യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ ചെയ്യും. ഇനി അടുത്ത കാര്യം, RAID 3ലും RAID 4ലും പാരിറ്റി സ്റ്റോർ ചെയ്തത് എങ്ങനെയാണ്? സിംഗിൾ ഡിസ്കിലാണ് പാരിറ്റി സ്റ്റോർ ചെയ്തത്. നമ്മൾ പറഞ്ഞല്ലോ, ഫിഗറിൽ കാണാം, ഒരു 4 ഡിസ്കിൽ ഡാറ്റ വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ഡിസ്കിൽ മാത്രമാണ് പാരിറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ റീജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരിറ്റി ഡിസ്ക് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഒറ്റ ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റാണ്ടാവും. അതൊരു പ്രോബ്ലം ആണ്. ഇഫ് ദിസ് ഇൻഫർമേഷൻ ഇസ് ലോസ്റ്റ്, ഓൾ ബാക്കപ്പ് വിൽ ബി ലോസ്റ്റ്. അതാണ് RAID ലെവൽ 4ൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഈ പാരിറ്റി ബിറ്റ് ഒരൊറ്റ ബ്ലോക്കിൽ വെക്കണു അല്ലെങ്കിൽ ഒരൊറ്റ ഡിസ്കിൽ വെക്കണു എന്നുള്ളതാണ് RAID ലെവൽ 4ൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ മൊത്തം ഡാറ്റാസ് പോകും. അതുകൊണ്ട് അതിന് ഓവർകം ചെയ്യാനാണ് RAID ലെവൽ 5 വരുന്നത്. ഈ ഫിഗർ ഇവിടെ കണ്ടോ, അതിൻ്റെ കീ പോയിന്റ് ഇതാണ്, ബ്ലോക്ക് ലെവൽ ഡിസ്ട്രിബ്യൂട്ടഡ് പാരിറ്റി. ബ്ലോക്ക് ലെവൽ തന്നെയാണ്, പക്ഷേ പാരിറ്റി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെൻറ്റ് ഡിസ്ക്. അപ്പോൾ പാരിറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഡിസ്ക് ഇവിടെ കാണാനില്ല, പകരം എല്ലാ ഡിസ്കിൻ്റെ അകത്തും പാരിറ്റി ബിറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് RAID ലെവൽ 5 കേട്ടോ. അപ്പോൾ നമ്മൾ 6ലോട്ട് എത്താൻ പോവാണ്. ഇൻ RAID 3 and 4 പാരിറ്റി ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ സിംഗിൾ ഡിസ്ക് ആയിരിക്കും. ഇഫ് ദിസ് ഇൻഫർമേഷൻ ഇസ് ലോസ്റ്റ്, ഓൾ ബാക്കപ്പ് വിൽ ബി ലോസ്റ്റ്. To overcome this drawback, in RAID 5, parity data is divided evenly among all the disks rather than maintaining a dedicated disk. അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ? പാരിറ്റി ഡാറ്റ ഇസ് ഡിവൈഡഡ് ഈവൻലി എമംഗ് ഓൾ ദ ഡിസ്ക്. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഡിസ്ക് ഇല്ല. ഡെഡിക്കേറ്റഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ആ ഡിസ്ക് പോയാൽ എല്ലാം പോവും. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ഡിസ്കിലും കൂടി അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എനി ഫോർമുല ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്ലേസിങ് പാരിറ്റി ഇവൻലി. അപ്പോൾ ഇങ്ങനെ പാരിറ്റി ഒക്കെ വെക്കാൻ നമുക്ക് ഡിഫറെൻറ്റ് അൽഗോരിതംസിൽ റൗണ്ട് റോബിൻ പോലെ എന്തെങ്കിലും അൽഗോരിതം ഫോർമുലയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ആക്ച്വൽ പ്രോസസ്സ് എങ്ങനെ നടക്കണമെന്ന് അറിയോ? വി സ്റ്റോർ ദ പാരിറ്റി ഓഫ് എൻ എൻറ്റയർ ബ്ലോക്ക് ഇൻ വൺ ഡിസ്ക് ആൻഡ് ആക്ച്വൽ ഡാറ്റ ഓഫ് ദാറ്റ് ബ്ലോക്ക് ഇസ് ഡിവൈഡഡ് ഇൻ ടു ദ റിമൈനിങ് ഡിസ്ക്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേ കണ്ടോ, P of 16 to 19, അതായത് നമ്മളുടെ ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിൻ്റെ അകത്ത് 16 to 19 വരെയുള്ള വാല്യൂസ് ഉണ്ട്. 16 to 19 വരെയുള്ള ബ്ലോക്ക് ഉണ്ട്. അവരുടെ പാരിറ്റിയാണ് നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ 16 to 90 വരെയുള്ള ബ്ലോക്ക് ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പാരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഡാറ്റ റെസ്റ്റ് ഓഫ് ഡിസ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കണ്ടൂടെ, ഇവിടെ 16, ഇവിടെ 17, ഇവിടെ 18, ഇവിടെ 19. അതുപോലെ ഇവിടെ നോക്ക്, ഇവിടെ നമ്മളുടെ പാരിറ്റി ഉള്ളത് 12 to 15 ആണ്. സോ ഒരിക്കലും 12 to 15 ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. 12 ഇവിടെ, 13, 14, 15. ദെൻ 8 to 11. 8 to 11 നോക്കുമ്പോൾ എങ്ങനെയാണ്? 8, 9, 10, 11. അപ്പോൾ ഒരു ബ്ലോക്കിൽ ഒരു ഡിസ്കിൽ പാരിറ്റി, ബാക്കിയുള്ള എല്ലാ ഡിസ്കിലും അതിൻ്റെ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതാണ് പ്രോസസ്സ്. അപ്പോൾ ഈ ഡിസ്ക് പോയി എന്ന് വിചാരിക്കാം. ഈ ഡിസ്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയുണ്ട്? 0, 4, 8, 12 അത്രയും കാര്യങ്ങളുണ്ട്. ആൻഡ് പാരിറ്റി ഓഫ് 16 to 19 ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുന്നത്? ഇതിൻ്റെ ഈ ബാക്കിയുള്ള എല്ലാ സംഭവത്തിൻ്റെയും നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? ബ്ലോക്ക് 0 റീജനറേറ്റ് ചെയ്യാൻ അതിൻ്റെ പാരിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബ്ലോക്ക് ലെവൽ ഡിസ്ട്രിബ്യൂട്ടഡ് പാരിറ്റി RAID ലെവൽ 5 വരുന്നത്. പാരിറ്റിയുടെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രോബ്ലം, ഇറ്റ് റെഡ്യൂസസ് ദ പൊട്ടൻഷ്യൽ ഓവർ യൂസ് ഓഫ് എ സിംഗിൾ പാരിറ്റി ഡിസ്ക്. അതായത് സിംഗിൾ പാരിറ്റി ഡിസ്കിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ യൂസ് കുറയ്ക്കും അല്ലേ? ഒറ്റ ആ ഒരു പാരിറ്റി ഡിസ്കിനെ മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് പോയി കഴിഞ്ഞാൽ
എല്ലാം പോയി എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ ഇല്ല. ആസ് ഓൺലി 1 bit of parity is used, it helps to recover only if 1 disk fails. But if 2 disks fail, RAID 5 won't help to restore damaged data. അതായത് ഇവിടെ നമ്മൾ പാരിറ്റിക്ക് വേണ്ടി എത്ര ബിറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ റീസ്റ്റോറിങ് കപ്പാസിറ്റി ഉള്ളത്. ഇവിടെ പാരിറ്റി ആയിട്ട് ഒരൊറ്റ സിംഗിൾ ബിറ്റേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സിംഗിൾ ഡിസ്ക് ഫെയിലായാൽ മാത്രമാണ് റീജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു 2 എണ്ണം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാരിറ്റി ബിറ്റ് വെച്ചിട്ട് അത് റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്, ഒരു ബോട്ടിൽ നെക്കാണ്. ആസ് ഓൺലി 1 bit of parity is used, it helps to recover only if 1 disk fails. But if 2 disks fail, RAID 5 won't help to restore damaged data. അപ്പോഴാണ് ആര് വരുന്നത്? RAID ലെവൽ 6 വരുന്നത്. അപ്പോൾ RAID ലെവൽ 5 ബാക്കി എല്ലാ കാര്യത്തിലും ഇസ് ഫൈൻ. ബ്ലോക്ക് ലെവൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് ഈ പാരിറ്റി ബിറ്റ് അങ്ങോട്ടും എല്ലാത്തിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു സിംഗിൾ ഡിസ്കിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കാര്യങ്ങളിലൊക്കെ അത് ഓക്കെയാണ്. പക്ഷേ പ്രോബ്ലം പാരിറ്റി ബിറ്റ് ഒരൊറ്റ ബിറ്റേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ക് ഫെയിലായ വരെയാണ് ഇതിനത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരമാണ് RAID ലെവൽ 6 വരുന്നത്. ഇവിടെ എന്തായിരിക്കും? 2 ബിറ്റ്, ഇത് കണ്ടില്ലേ, PQ എന്ന് പറഞ്ഞിട്ടുള്ള 2 ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പാരിറ്റിക്ക് വേണ്ടിയിട്ട്. അത് ഇവൺലി ഡിസ്ട്രിബ്യൂട്ടഡ് തന്നെയാണ്. അപ്പോൾ ഇൻ RAID 5 only 1 parity bit is used. So we could recover failure of only 1 disk. In RAID 6, 2 parity bits are used. One of the two is അപ്പോൾ ഈ 2 ബിറ്റ് പറയുന്നുണ്ടല്ലോ, നമ്മൾ അത്രയും ഡീപ്പായി പോകുന്നില്ലെങ്കിലും ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്. ഇവിടെ PQ 2 പാരിറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എടുക്കുന്ന XOR തന്നെയാണ്. RAID ലെവൽ 4ലും 5ലൊക്കെ പറഞ്ഞ XOR തന്നെയാണ്. ആൻഡ് അതർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡാറ്റ ചെക്ക് അൽഗോരിതം ആണ്. അപ്പോൾ നമ്മൾ ആ അൽഗോരിതത്തിലൊന്നും പോകണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. Q എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡാറ്റ ചെക്ക് അൽഗോരിതം. അങ്ങനെ ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് പാരിറ്റി നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. This extra bit stores extra redundant information to guard against multiple disk failure. അപ്പോൾ എക്സ്ട്രാ റിഡണ്ടൻറ്റ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഡിസ്ക് ഫെയിലിയർ നമുക്ക് ഇതിൽ ഗാർഡ് ചെയ്യാം. മൾട്ടിപ്പിൾ ഡിസ്ക് ഫെയിലിയർ വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് അഡ്വാൻറ്റേജ് ഓഫ് RAID 6 ഇസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്ട്രീംലി ഹൈ ഡാറ്റ അവൈലബിലിറ്റി. ഡാറ്റ അവൈലബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ 3 disks would have to fail within the MTTR, mean time to repair interval, to cause data to be lost. നമ്മൾ പറഞ്ഞല്ലോ 2 ഡിസ്ക് വരെ ഫെയിൽ ആവാൻ നമ്മൾ പറ്റും. ആൻഡ് ആ ഒരു ടൈമുണ്ട്, മീൻ ടൈം ടു റിപ്പയർ. അതായത് ഡിസ്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റിക്കവർ ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ 3 ഡിസ്ക് വരെ ഫെയിൽ ആയാൽ മാത്രമാണ് നമ്മളുടെ സിസ്റ്റം ഡാറ്റ ലോസ് ആവത്തുള്ളൂ. അല്ലാത്ത കേസിലൊക്കെയും സിസ്റ്റം ഹൈലി അവൈലബിൾ ആയിരിക്കും. ഓൺ ദ അതർ ഹാൻഡ്, RAID 6 incurs a substantial write penalty because each write affects 2 parity blocks. റൈറ്റ് ചെയ്യാൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ XOR വെച്ചിട്ടുള്ള ഒരു പാരിറ്റി ബിറ്റ് കാണണം. അതിൻ്റെ കൂടെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡാറ്റ ചെക്ക് അൽഗോരിതം വെച്ചിട്ട് രണ്ടാമത്തെ പാരിറ്റി ബിറ്റും കാണണം. അതുകൊണ്ട് റൈറ്റ് ചെയ്യുമ്പോൾ അത് പെനാൽറ്റി, ടൈം എടുക്കുന്ന കാര്യമാണ്. Performance benchmarks show a RAID 6 controller can suffer more than 30% drop in overall write performance compared with RAID 5. ഇപ്പോൾ RAID 5നേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയാണ് കേട്ടോ. അതായത് 30% വരെ ഡ്രോപ്പ് ഉണ്ടെങ്കിലും RAID 6 അത് മാനേജ് ചെയ്തോളും. കാരണം നമുക്ക് 2 ഡിസ്ക് വരെ ഫെയിലായാലും ഇവിടെ അത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് RAID ലെവൽസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് കമ്പാരിസണും കൂടി ഉണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഞാൻ കമ്പാരിസൺ. അപ്പോൾ RAID എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിസ്ക് ഒരു സിംഗിൾ ലോജിക്കൽ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതെന്തിനാ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഎക്സ്പെൻസീവ് ഡിസ്ക് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക് നോർമൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് വെച്ചിട്ട് ഒരു ഹ്യൂജ് സ്റ്റോറേജ് ഉണ്ടാക്കാം. അതുപോലെ റിഡൻഡൻസി വെച്ചിട്ട് നമുക്ക് ഡാറ്റ ഫെയിലായാലും റീകവർ ചെയ്യാനും പറ്റും. അത്രയാണ് അഡ്വാൻറ്റേജ്, അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ്. ലെവൽ 0 അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. IO പെർഫോമൻസ് ഇസ് ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ് ബൈ സ്പ്രെഡിങ് ദ IO ലോഡ് അക്രോസ് മെനി ചാനൽസ് ആൻഡ് ഡ്രൈവ്സ്. നമ്മൾ ഒരു വർക്ക് കുറേ ആൾക്കാർക്ക് കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ IO പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് പാരിറ്റി കാൽക്കുലേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഓവർ ഹെഡ് ഒന്നും ഇല്ല. സിമ്പിൾ ഡിസൈനാണ്, ഈസിയാണ്. ഡിസഡ്വാൻറ്റേജ് എന്താ? ഫെയിലിയർ ഓഫ് ജസ്റ്റ് 1 ഡ്രൈവ് വിൽ റിസൾട്ട് ഇൻ ഓൾ ഡാറ്റ ഇൻ ആൻ അറേ ബീയിങ് ലോസ്റ്റ്. ഒരു ഡ്രൈവ് പോയാൽ മതി, എല്ലാം പോകും. അപ്പോൾ അത് നോർമലി യൂസ് ചെയ്യുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പ്രൊഡക്ഷൻ, എഡിറ്റിംഗ്, ഇമേജ് എഡിറ്റിംഗ്,
പ്രീ പ്രസ് ആപ്ലിക്കേഷൻ, എനി ആപ്ലിക്കേഷൻ റിക്വയറിങ് ഹൈ ബാൻഡ് വിഡ്ത്ത് കൂടുതലുണ്ടാവുന്നത്. അതായത് നമുക്ക് ഈ IO ചാനലൊക്കെ കൂടുതലാണല്ലോ, നമ്മളൊരു ഡാറ്റ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ഡിസ്കിനും കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് അതിൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലുള്ള ഡാറ്റ ലോസ് ആയാലും അത്രയൊന്നും പ്രശ്നമില്ലാത്ത കാര്യങ്ങളിലാണ് ലെവൽ 0 എന്നുള്ള റെയ്ഡ് യൂസ് ചെയ്യുക. ലെവൽ 1 എന്ന് പറയുമ്പോൾ 100% റിഡൻഡൻസി ആണ്. അതായത് ഡാറ്റ നോ റീബിൽഡ് ഇസ് നെസസറി ഇൻ കേസ് ഓഫ് എ ഡിസ്ക് ഫെയിലിയർ, ജസ്റ്റ് എ കോപ്പി ടു ദ റീപ്ലേസ്മെൻറ്റ്. ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് റെയ്ഡ് 1 ക്യാൻ സസ്റ്റെയിൻ മൾട്ടിപ്പിൾ സൈമിൾട്ടേനിയസ് ഡ്രൈവ് ഫെയിലിയേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഡാറ്റാസ് നമ്മളുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടല്ലോ. അത് സിംപ്ലസ്റ്റ് റെയ്ഡ് സ്റ്റോറേജ് സബ് സിസ്റ്റം ഡിസൈൻ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ജസ്റ്റ് ഒരു കോപ്പി അങ്ങ് വെച്ചാൽ മതി. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഡിസ്ക് ഓവർ ഹെഡ് ഓഫ് ഓൾ റേറ്റ് ടൈപ്പ്. എല്ലാ ടൈപ്പിനെയും വെച്ചിട്ട് ഡിസ്ക് ഓവർ ഹെഡ് ആണ്. നമുക്ക് എക്സാക്ട്ലി ഡബിൾ വേണം ഡിസ്ക്. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുന്നത് അത്രയും ഹൈ അവൈലബിലിറ്റി ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിലാണ്. കോസ്റ്റ് പ്രശ്നമില്ല, നമുക്ക് അവൈലബിലിറ്റി ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അക്കൗണ്ടിങ്, പേറോൾ സിസ്റ്റം, ഫിനാൻഷ്യൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിൽ മാത്രമാണ് എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ സ്റ്റോർ ചെയ്യുള്ളൂ. ഇനി റേറ്റ് ലെവൽ 2 എന്താ പറഞ്ഞത്? ഹാമിംഗ് കോഡ് ഉണ്ടാവും, ബിറ്റ് ലെവലാണ്, അത്രയാണ് പറഞ്ഞത്, എറർ കറക്റ്റിംഗ് കോഡ്. അപ്പോൾ എക്സ്ട്രീംലി ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതലാണ്. അതുപോലെ നമുക്ക് എത്ര ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് വേണോ അതിനനുസരിച്ച് നമുക്ക് എറർ കറക്റ്റിംഗ് ഡിസ്ക്, ECC ഡിസ്കും കൂടുതൽ വേണ്ടി വരും. ഓക്കെ. അതുപോലെ റിലേറ്റീവ്ലി സിമ്പിൾ, ബാക്കിയുള്ളതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൺട്രോളർ ഡിസൈനൊക്കെ എളുപ്പമാണ്. ബാക്കിയുള്ളത് മീൻസ് ഇനി അങ്ങോട്ടുള്ളത് 3, 4, 5 വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും റിലേറ്റീവ്ലി സിമ്പിൾ ഡിസൈനാണ്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഇതൊക്കെയാണ്. അതായത് ഹൈ റേഷ്യോ ഓഫ് ECC ഡിസ്ക് ടു ഡാറ്റ ഡിസ്ക് വിത്ത് സ്മോളർ വേർഡ് സൈസ്. നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഇത്ര ഡാറ്റയ്ക്ക് ഇത്ര ഡാറ്റ ഡിസ്കിന് ഇത്ര ECC ഡിസ്ക്, അതായത് എറർ കറക്റ്റിംഗ് കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഡിസ്ക് ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ഭയങ്കര കൂടുതലാണ്. അതുപോലെ കോസ്റ്റ് ഹൈ ആണ്. ട്രാൻസ്ഫർ റേറ്റ് റിക്വയർമെൻറ്റ്സ് കൂടുതലാണ്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്ലിക്കേഷൻസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അപ്ലിക്കേഷൻ ഇല്ല, നോ കൊമേഴ്ഷ്യൽ ഇംപ്ലിമെൻറ്റേഷൻ എക്സിസ്റ്റ് ഓർ നോട്ട് കൊമേഴ്ഷ്യലി വയബിൾ. തേർഡ് ലെവൽ നോക്കാം. അതിന് ഹൈ റീഡ് റൈറ്റ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഉണ്ട്. അതുപോലെ ഡിസ്ക് ഫെയിലിയർ ഹാസ് ആൻ ഇൻസിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ത്രൂപുട്ട്. ഡിസ്ക് ഫെയിലിയറിന് നോക്കേണ്ട നമുക്ക് പാരിറ്റി ഉണ്ട്. ലോ റേഷ്യോ ഓഫ് ECC ഡിസ്ക് ടു ഡാറ്റ റിസ്ക് മീൻസ് ഹൈ എഫിഷ്യൻസി. അതായത് എന്താ, നമുക്ക് ഡാറ്റ റിസ്ക് 4 ഉണ്ടെങ്കിൽ പാരിറ്റി ഡിസ്ക് 1 മതി അല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടും. ദെൻ ട്രാൻസാക്ഷൻ റേറ്റ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ സിംഗിൾ ഡിസ്ക് ഡ്രൈവ് അറ്റ് ബെസ്റ്റ്. ട്രാൻസാക്ഷൻ റേറ്റ് നല്ല കൂടുതലാണ്. കൺട്രോളർ ഡിസൈൻ കോംപ്ലക്സ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത് ട്രാൻസാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു കൂടുതൽ നല്ല കുറവാണ്. അതായത് ഒരൊറ്റ ഡിസ്കിൻ്റെ റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ട്രാൻസാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഒരൊറ്റ ഡിസ്കിൻ്റെ കപ്പാസിറ്റിയാണ് ട്രാൻസാക്ഷൻ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഡിസഡ്വാൻറ്റേജ്. അത് കോംപ്ലക്സ് ആണ് ഡിസൈൻ. അതുപോലെ ആപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ ഹൈ ത്രൂപുട്ട് വേണ്ട ആപ്ലിക്കേഷൻസ് അല്ലാതും വീഡിയോ പ്രൊഡക്ഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഇമേജ് എഡിറ്റിംഗ്, പ്രീ പ്രസ് ആപ്ലിക്കേഷൻ, അങ്ങനെ ഹൈ ത്രൂപുട്ട് വേണ്ട എല്ലാതും ഇതിൻ്റെ ആപ്ലിക്കേഷൻസിൽ പെടുത്തും. ഇനി ലെവൽ 4 പറയുമ്പോൾ ഹൈ റീഡ് ഡാറ്റ ട്രാൻസാക്ഷൻ റേറ്റ് ഉണ്ട്. അതുപോലെ ലോ റേഷ്യോ ഓഫ് ECC ഡിസ്ക് ടു ഡാറ്റ ഡിസ്ക് മീൻസ് ഹൈ എഫിഷ്യൻസി. നേരത്തെ പോലെ തന്നെ നമ്മൾ ഒരൊറ്റ ഡിസ്ക് യൂസ് ചെയ്യുന്നുള്ള പാരിറ്റിക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ബാക്കിയുള്ള എല്ലാ ഡിസ്കും ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് അതിൻ്റെ കൺട്രോളർ ഡിസൈൻ കോംപ്ലക്സ് ആണ്. അതുപോലെ വേഴ്സ്റ്റ് റൈറ്റ് ട്രാൻസാക്ഷൻ റേറ്റ് ആൻഡ് റൈറ്റ് അഗ്രിഗേറ്റ് ട്രാൻസ്ഫർ റേറ്റ്. നമുക്ക് ഓരോ ട്രാൻസാക്ഷനും പാരിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ റേറ്റ് റൈറ്റ് ട്രാൻസാക്ഷൻ റേറ്റ് കുറവാണ്, റീഡിങ് നല്ലതാണ്. ഡിഫിക്കൽട്ട് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് ഡാറ്റ റീബിൽഡ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡിസ്ക് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ആ പാരിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതിനും കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസും ഇംപ്ലിമെൻറ്റേഷൻസും ഒന്നും ഇല്ല. ലെവൽ 5 ആണ് ഹയസ്റ്റ് റീഡ് ഡാറ്റ ട്രാൻസാക്ഷൻ റേറ്റ്. അതുപോലെ ലോ റേഷ്യോ ഓഫ് ECC ഡിസ്ക് ടു ഡാറ്റ ഡിസ്ക്. കാരണം ഇവിടെ ഡാറ്റ ഡിസ്ക് ECC ഡിസ്ക് എന്ന് പറഞ്ഞ ഒരെണ്ണം ഇല്ല അല്ലേ, പാരിറ്റി എന്ന് പറഞ്ഞിട്ടല്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഡാറ്റ ഡിസ്കിലും ഓരോ ബിറ്റ് വെച്ചിട്ട് പാരിറ്റിക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടുതലായിരിക്കും, അഗ്രിഗേറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുതലായിരിക്കും. ആൻഡ് കൺട്രോളർ ഡിസൈൻ കോംപ്ലക്സ് ആണ്. അതായത് ലെവൽ കൂടുന്തോറും ഡിസൈൻ കോംപ്ലക്സ് ആയിട്ട് വരും. ആൻഡ് ഡിഫിക്കൽട്ട് ടു റീബിൽഡ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡിസ്ക് ഫെയിലിയർ. റെയ്ഡ് ലെവൽ 1 കമ്പയർ ചെയ്യുമ്പോൾ എന്താ, ഡിസ്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ നേരെ അങ്ങ് ഡാറ്റ എടുത്താൽ മതി.
പിന്നെ അങ്ങോട്ടുള്ള എല്ലാത്തിനും പാരിറ്റി വെച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് റീബിൽഡ് ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നു. ആൻഡ് ഇത് മോസ്റ്റ് വേഴ്സറ്റൈൽ റെയ്ഡ് ലെവലാണ്. കുറേ സ്ഥലത്ത് ഉപയോഗിക്കാം. ഫയൽ ആൻഡ് ആപ്ലിക്കേഷൻ സെർവേഴ്സ്, ഡാറ്റാബേസ് സെർവർ, വെബ്, ഇമെയിൽ ആൻഡ് ന്യൂസ് സെർവർ, ഇൻട്രാനെറ്റ് സെർവർ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ലെവലാണ് റെയ്ഡ് ലെവൽ 5. ഇനി റെയ്ഡ് ലെവൽ 6 പ്രൊവൈഡ്സ് ഫോർ ആൻ എക്സ്ട്രീംലി ഹൈ ഡാറ്റ ഫോൾട്ട് ടോളറൻസ് ആൻഡ് ക്യാൻ സസ്റ്റെയിൻ മൾട്ടിപ്പിൾ സൈമിൾട്ടേനിയസ് ഡ്രൈവ് ഫെയിലിയർ. ഡ്രൈവ് ഫെയിലിയേഴ്സ് മൾട്ടിപ്പിൾ ആയി കഴിഞ്ഞാലും പറ്റും. ഹൈ ഡാറ്റ ഫോൾട്ട് ടോളറൻസ് ഉണ്ട്. ആൻഡ് അപ്പോൾ ഇതിൻ്റെയാണ് മോർ കോംപ്ലെക്സ് കൺട്രോളർ ഡിസൈൻ. കൺട്രോളർ ഓവർ ഹെഡ് ടു കമ്പ്യൂട്ട് പാരിറ്റി അഡ്രസ്സസ് എക്സ്ട്രീംലി ഹൈ. നമുക്ക് ഈ പാരിറ്റി കണ്ടുപിടിക്കാനുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് സൊല്യൂഷൻ ഫോർ മിഷൻ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പോൾ മിഷൻ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിലുള്ള പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഈ 6th ലെവൽ. അപ്പോൾ ഇതൊരു വലിയ ടോപ്പിക്കായിരുന്നു എന്ന് എനിക്കറിയാം. ആൻഡ് റെയ്ഡ് ലെവൽ ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കുക. റെയ്ഡ് ലെവൽ 0 through 6 വരെയുള്ളതും അതിൻ്റെ ഫിഗറും അതിൻ്റെ കീ ടേംസും പഠിക്കുക. ആൻഡ് ആഫ്റ്റർ ഈ റെയ്ഡ് കമ്പാരിസണും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ.